ഹായ് യോൾ, ഇന്ന് ഞാനൊരു ബ്രോക്കോളി സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രോക്കോളി ആദ്യം തന്നെ ചൂടുവെള്ളത്തിൽ ശകലം ഉപ്പും ഇട്ട് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മളതുപോലെ ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞ് ഞാനൊന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചു. ഡ്രെയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാനൊരു പാൻ ചൂടാക്കി അതിൽ ബട്ടർ ഇട്ടു. ഒരു പീസ് ബട്ടറും ഇച്ചിരി വെളിച്ചെണ്ണ, കാരണം ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ വെളിച്ചെണ്ണയും ഒഴിച്ചു. അത് കഴിഞ്ഞ് അതിലേക്ക് അരിഞ്ഞു വെച്ച കുറച്ച് സവാള, കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കുറച്ച് നട്ട്സിന് പകരം നിങ്ങൾക്ക് ബദാം പീൽ ചെയ്തും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഇട്ട് നല്ലോണം സോട്ട് ചെയ്തു. കുറച്ചൊന്ന് ഒരു നല്ല ബ്രൗൺ കളറോ അങ്ങനൊന്നും ആകണ്ട, പക്ഷേ കുറച്ചൊന്ന് വഴറ്റി അതിൻ്റെ ആ സവാളയുടെ പച്ച മണമൊക്കെ ഒന്ന് കളഞ്ഞു. അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇത് രണ്ടും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി വഴറ്റി. ഇത് നമുക്കിപ്പോൾ രാത്രി ആഹാരമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എങ്കിൽ ഒരു 2 തണ്ട് അത് ബ്രോക്കോളി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു നല്ല സൂപ്പ് ഉണ്ടാക്കാൻ കേട്ടോ. വളരെ ഹെൽത്തിയാണ്, എന്നാൽ വയറും ഫില്ലാവും. നമ്മുടെയൊക്കെ പ്രായക്കാർക്ക് ചിലപ്പോൾ രാത്രി ചോറ് തിന്നാനോ ചപ്പാത്തി തിന്നാനോ ഒക്കെ തോന്നുന്നില്ലെങ്കിൽ ഇതുപോലൊരു സൂപ്പ് ഐറ്റം ഉണ്ടാക്കി കഴിച്ചാലും മതി. വളരെ എളുപ്പമാണ്. അതിങ്ങനെ ഇച്ചിരി മൂത്ത് വന്നപ്പോൾ ഞാൻ വേവിച്ചല്ല, നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരുന്ന, കാരണം അതിൽ പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവുമല്ലോ, അങ്ങനെ ഇട്ട് വെച്ചിരുന്ന ബ്രോക്കോളി, നല്ല ഫ്രഷായിട്ടുള്ള ബ്രോക്കോളിയാണ് എനിക്ക് കിട്ടിയത്. കൊണ്ടുവന്ന് കടയിൽ വെച്ചതായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഒരു കുറച്ച് നേരം കുക്ക് ചെയ്തു. അടച്ചിട്ട് കുക്ക് ചെയ്തായിരുന്നു. കുക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ അത് തീ ഓഫ് ചെയ്തതിന് ശേഷം അത് തണുക്കാൻ വെച്ചു. തണുത്തതിന് ശേഷം അതിൽ നിന്ന് ചെറിയ പീസ് ബ്രോക്കോളിയെല്ലാം ഞാൻ കുറച്ചെടുത്ത് മാറ്റിയായിരുന്നു. എന്നിട്ട് ബാക്കി ഞാൻ മിക്സിയിൽ വെച്ച് നല്ലവണ്ണം അടിച്ചെടുത്തപ്പോൾ ഇതുപോലെ നല്ല കൊഴുപ്പുള്ള ബ്രോക്കോളി സൂപ്പ് റെഡിയായി. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളകും ഉപ്പും ഒക്കെ ഇടാം, പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഒത്തിരി മഷിയായിട്ട് ഞാൻ അരച്ചില്ല, കാരണം അതിൻ്റെ ഇച്ചിരി ഫൈബറൊക്കെ വേണമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബൈ, ലവ് യു ഓൾ.